മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളം ചതയം ദിന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ചതയം ദിവസമാണ് അല്ലേ. നമ്മുടെ തിരുവോണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരുവോണ നാളിലത്തെ സദ്യ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് അതിൻ്റെ ക്ഷീണമൊക്കെ മാറി അവിട്ടം കഴിഞ്ഞ് നമ്മൾ ചതയത്തിലെത്തി. അപ്പോൾ വീട്ടിലിപ്പോൾ എല്ലാവരും ഉണ്ടാവും, ഗസ്റ്റുകളൊക്കെ പോയിട്ടുണ്ടാവില്ല, മക്കളും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ തിരുവോണത്തിന് എത്താൻ പറ്റാത്തവർ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചിലരൊക്കെ എപ്പോഴും യാത്രയിലാണ്. കാരണം ജോലി തിരക്കുള്ളവരും പിന്നെ ടിക്കറ്റിൻ്റെ ഒക്കെ എബ്രോഡുള്ളവരൊക്കെ ശരിക്കും ജോലിയുടെ ബുദ്ധിമുട്ടുകളും തിരക്കും കഴിഞ്ഞ് ടിക്കറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും വീട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് 1-2 പേരൊക്കെ വിളിച്ചിട്ടോ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ആ ദിവസം തിരുവോണം ദിവസം മിസ്സാകുന്നു എന്നുള്ള വിഷമം അവർക്കുണ്ട്. ബട്ട് അവർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരെന്തായാലും ആഘോഷിക്കും വിത്ത് ദിയർ ഫാമിലി. ഓക്കെ. അപ്പോൾ ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേച്ചിയുടെ തിരുവോണ ആഘോഷമൊക്കെ എങ്ങനെയായിരുന്നു പോയത്? നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ നമ്മുടെ മനസ്സിൽ സത്യം ആദ്യമായിട്ട് വരേണ്ടത് സദ്യയാണല്ലോ. അപ്പോൾ അമ്മ സദ്യ ഒക്കെ ഉണ്ടാക്കും. വാഴല. എങ്ങനെ ചേച്ചി നാട്ടിലോട്ട് പോയോ? അപ്പോൾ ഞാൻ വീട്ടിലോട്ടൊക്കെ പോയി. പിന്നെ മക്കൾക്കൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജെൻ പിള്ളേർക്ക് അതൊക്കെ ഒരു ഇതാണല്ലോ, ഓരോ ഓർമ്മയാണല്ലോ. ഇപ്പോൾ അന്ന് നമ്മളെത്ര ഞാനൊക്കെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഡാഡിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഓർക്കും, ഇലയൊക്കെ വെട്ടി പച്ചട കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരുമിച്ച് കൂടും. അപ്പോൾ ഇന്നൊക്കെ എത്രത്തോളം അത് ഉണ്ട് എന്ന് നമുക്ക് എപ്പോഴും അറിയില്ല. എന്നാലും എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ ആ രീതിയിലൊക്കെ ഓണം എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ ഇന്ന് ചതയമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നമ്മുടെ ഒരു മഹത് വ്യക്തിയായ ഒരു സാമൂഹിക പ്രവർത്തകനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനാണ്. ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഓക്കെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം അല്ലേ. ആ ഒരു ആപ്തവാക്യത്തെ മുറുകെ പിടിച്ച് നമുക്കെല്ലാം ആ ഒരു സ്ലോഗൻ നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ്. ഒരു സോഷ്യൽ റീഫോമറും കൂടിയാണ് ഗുരുദേവൻ. പിന്നെ അത് മാത്രമല്ല, അപ്പം ഗുരുദേവനോട് ആ ജന്മദിനം അനുബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് ഘോഷയാത്രകൾ നടക്കുന്നു. അതിനോടൊപ്പം തന്നെ പുലിക്കളിയും സംഭവങ്ങളൊക്കെ നടക്കുന്നു. തൃശ്ശൂര് ഞങ്ങളുടെ സ്വന്തം നാട്ടില്. ചേച്ചി അപ്പൊ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മുടെ? ഞാൻ ശരിക്കും പുലിക്കളി ഒക്കെ കാണാൻ പോയി. ഭയങ്കര തിരക്കായിരിക്കും ശരിക്കും തൃശ്ശൂർ ടൗണിലും ഇതൊക്കെയാണല്ലോ. പക്ഷെ നമുക്ക് ഈ ചെറിയ പുലിക്കളി ടീംസൊക്കെ ഇറങ്ങും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീടിൻ്റെ മുന്നിലൂടെയൊക്കെ പോകുന്നത് കാണും. നമുക്ക് ശരിക്കും അവിടെ തൃശ്ശൂർ പോയി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അതിനു വേണ്ടി നമ്മൾ പോകണം. അതൊന്ന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പുലിക്കളിയും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേ അനവധി സ്ത്രീകൾ ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര വൈറലായിരുന്നു ആ ഒരു പുലിക്കളി. നമ്മൾ സാധാരണ പുരുഷന്മാരാണല്ലോ മെയിൻലി ഇത് വരുന്നത്. അപ്പം അതും നല്ലൊരു കാര്യമാണ് അല്ലേ. സ്ത്രീകൾ അതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടോ, ഈ കല ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ അതുമല്ല നമ്മളിപ്പോ കുറെ മാറ്റങ്ങൾ സമൂഹത്തേക്ക് കൊണ്ടുവരുന്ന ഒരു എന്താ പറയാ ഒരു ന്യൂജൻ ആൾക്കാരാണല്ലോ. അപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ തന്നെ വരും. സ്ത്രീകൾ എല്ലാ ഫീൽഡിലും ഇപ്പൊ ഓൾമോസ്റ്റ് കൈയെത്തിച്ച് കഴിഞ്ഞു. അപ്പൊ ഇതും പോസിബിൾ ആണ്. ഇമ്പോസിബിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇമ്പോസിബിൾ അല്ല, പോസിബിൾ ആണ്. ഓക്കെ. അപ്പം നമുക്ക് ഈ ഇപ്പോൾ തിരുവോണത്തിൻ്റെ ആ അത്തം 10 തിരുവോണം എന്ന് പറയുന്ന സമയം തൊട്ട് തന്നെ നമുക്ക് പലതരം വിപണികൾ അല്ലേ, മാർക്കറ്റുകൾ പല സ്ഥലങ്ങളിലും, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പലതരം എക്സിബിഷനുകൾ, അതുപോലെ ഷോപ്പിംഗ് മോൾസിലൊക്കെ ആയാലും എനിക്ക് തോന്നുന്നു ഒരുപാട് ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓണവിപണി ഭയങ്കര സജീവമാണല്ലോ ഈ എസ്പെഷ്യലി ഈ 10 days. അപ്പോൾ നമുക്ക് ഈ ഓണവിപണിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. എങ്ങനെയാണ് നമ്മുടെ ഈ ഓണം? ഇതിപ്പോൾ ഈ ഓണവിപണി എവിടെ നടന്നതാണ്? ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കൊച്ചിയിലാണല്ലോ. അപ്പോൾ കൊച്ചിയിൽ നമുക്ക് മെയിൻലി പല സ്ഥലങ്ങളിലും ഉണ്ട് നമുക്ക്. പക്ഷെ കൊച്ചിയിൽ നമുക്ക് കുറേയും കൂടി മെട്രോ സിറ്റി ആണല്ലോ. അപ്പോൾ അവിടെ ഒന്നും കൂടിയും കുറച്ചുകൂടി ക്രൗഡഡ് ആയിരിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ എന്താണ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്, ഷോപ്പിംഗ് ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്, എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോയിട്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വൈബ്, ഓണത്തിൻ്റെ വൈബ് അല്ലേ, പുതിയ ജനറൽ പറയുകയാണെങ്കിൽ വൈബ് ഓണം വൈബ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിട്ടൊന്ന് വരാം. ഹേ കൊച്ചി, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറൈൻ ഡ്രൈവിൽ. ഇവിടെ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റ് 2025 ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ എന്താണ്? ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. എല്ലാ വർഷവും ഇവിടെ നടത്തുന്നതാണ്. ഈ വർഷം എക്സ്ട്രാ സ്റ്റോൾസും കൂടി ഉണ്ട് അല്ലേ. നിരവധി സ്റ്റോൾസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നും അതിന്റെ വിശേഷങ്ങൾ എന്താണ്, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കൊടക്കീഴെന്ന പോലെ ഓണമൊക്കെ വരുന്നതല്ലേ.
വെസ്റ്റേൺ ടോപ്സ് ഒക്കെയാണ് അല്ലേ ഇവിടെ? വെസ്റ്റേൺ ടോപ്സ് ആണ്. എങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സ്റ്റാർട്ടിങ് 350 ആണോ? ക്രോപ്പ് ടോപ്സ് എല്ലാം 250 അല്ലേ? അപ്പോൾ എല്ലാം വെസ്റ്റേൺ, നല്ല വെസ്റ്റേൺ ടോപ്സും. ലേഡീസ് ഓൺലി ആണോ? ലേഡീസ് ഓൺലി ഒരു സ്റ്റോളാണ്. അപ്പോൾ വരിക, എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക. നല്ല കട്ട് വർക്ക് ആയിട്ടുള്ള ടോപ്സ് ഒക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ടോപ്പാണ്. കൂടുതലും ഇവിടെ കാണുന്നത് ഇപ്പോൾ ഷോർട്ട് കുർത്തീസ് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് ഇവിടെ കൂടുതലും കാണുന്നത്. ഇവിടെ ഇതിൻ്റെ റേഞ്ച് ഒക്കെ എങ്ങനെയാണ്? 350 റേഞ്ചിലാണ് ഇവിടുത്തെ ഈ ഷോർട്ട് കുർത്തീസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ നിറയെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അച്ഛൻ വരെ ഇങ്ങനെ വന്നേക്കുന്നത് ഈ കളക്ഷൻസ് മാത്രമാണ്. ഇവിടുത്തെ സ്റ്റോളിൻ്റെ തുടക്കം തന്നെ ഈ ഒരു സ്നാക്സ് കടയാണ്. വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുള്ള സമയം. അപ്പോൾ നല്ല ചൂട് സ്നാക്സ് ഉണ്ട്. ഇതെന്താണ്? സവാള വറുത്തത് അല്ലേ? ഉള്ളി വറുത്തത്. പർച്ചേസ് ചെയ്തോ? നല്ല കളക്ഷൻ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ഇവിടെ തന്നെയാണോ? എറണാകുളത്തുള്ളവർ തന്നെയാണോ? ട്രിവാൻഡ്രത്ത്. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് പഠിക്കാൻ. ഓക്കെ. അപ്പം ഞങ്ങളിവിടെ മൊത്തം കറങ്ങി കണ്ടു. ഒരുപാട് സാധനങ്ങളുണ്ട്, വെറൈറ്റി സാധനങ്ങളുണ്ട് അല്ലേ മേഘ? ഇനി കുറേ ഓഫേഴ്സാണ് ഡ്രസ്സിനായാലും ഈ പിന്നെ ഓർണമെന്റ്സിനായാലും. ഓണത്തിനൊക്കെ ആരെങ്കിലുമൊക്കെ സാധനങ്ങൾ, കമ്മല്, ജിമ്മിക്ക്, മാല, ഭയങ്കര എന്തോരം കളക്ഷനബിൾ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് സ്വീറ്റ് സെക്ഷനാണ്. സ്വീറ്റ് സെക്ഷൻ വെറുതെ സ്വീറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പോരാ. അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കടകളിലൊക്കെ കിട്ടിയിരുന്ന പഴയ മുട്ടായികളില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് പുളിമുട്ടായി, ആ ഒരു പഴയ ചക്കര മുട്ടായി ഒക്കെ കിട്ടുന്ന. ചേച്ചി മലയാളിയാണോ? ചേച്ചി ഈ സ്വീറ്റ്സൊക്കെ എവിടുന്ന് വരുന്ന? മിഠായി തെരുവിൽ നിന്ന് വരുന്നത്? ഇത് കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് വരുന്നത്. ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്? ഇത് ഈ താഴെ ഇരിക്കുന്നതെല്ലാം 20-30 ആ റേഞ്ചിൽ വരുന്നു. അങ്ങനെ. പിന്നെ പുളിയാണോ? ഇത് ഇളന്തിക്കാന്ന് പറയും. ഇളന്തിപ്പഴം. ഇളന്തിപ്പഴം. പിന്നെ ഒത്തിരി ഇതിലെന്താ? അതൊക്കെ ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ആണ്. ഇവിടെ ഇതെല്ലാം കോഴിക്കോടിന്റെ തനതായിട്ടുള്ളൊരു ഐറ്റംസ് ആണോ? ഇതെല്ലാം നമ്മുടെ പഴയകാല മിഠായികൾ. നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള കഴിച്ചാൽ നമുക്ക് പഴയകാലത്തേക്ക് പോകാം, കുട്ടിക്കാലത്തിലേക്ക് പോകാം നമ്മുടെ ഓർമ്മകൾ. ഇവിടെ ഉള്ളത് ഏറ്റവും സ്പെഷ്യൽ മിഠായി ഏതായിരിക്കും? ഏറ്റവും സ്പെഷ്യൽ ഇതാണ്. ഇപ്പം നമുക്ക് ശരിക്കും മൂവിങ് ഉള്ളത്. വരുന്ന കസ്റ്റമർ ഇതാണ് എടുക്കാറ്, അധികം ഇതാണ് എടുക്കാറ്. ഇതെടുത്തിട്ടേ പിന്നെ മറ്റുള്ളതിലേക്ക് നോക്കാറുള്ളൂ. പിന്നെ ഇതൊക്കെ പല്ലൊട്ടി എന്നൊക്കെ പറയും. പല്ലൊട്ടി ചക്കര മിഠായി, പല്ല് വെട്ടുന്ന ആ ടൈപ്പ്. ഇത് ചക്കക്കുരു മിഠായി, ജോഗ്ര, അങ്ങനെ തേൻ മിഠായി. അതൊരു സ്ട്രോ, അതിങ്ങനെ വലിച്ച് നമ്മൾ എടുക്കല. ഇത് ആണെങ്കിൽ പാൽഗോവ എന്ന് പറയും. പാൽഗോവ. അതൊക്കെ വറുക്കണ ഐറ്റംസ്. അത് പപ്പടം. അത് നമുക്ക് അരി, പച്ചക്കറി മാത്രമാണ് അതിൽ. അത് 13 ഫ്ലേവർ ഉണ്ട് അതിനകത്ത്. അത് ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ചമുളക്, ജീരകം, അയമോദകം, തക്കാളി, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ 13 ഇതുണ്ട്. നമ്മളതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 13 ഐറ്റം ഉണ്ടാകും. ഇതിന് 100 രൂപ. അല്ല, ഹസ്ബൻഡല്ല. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങളിത് എവിടെയായത് ഈ ഒരു എക്സ്പോ നടത്തിക്കൊണ്ട്? നിങ്ങൾ എക്സ്പോയുടെ ഭാഗമായിട്ട് മാത്രം വരുന്നത്? എക്സ്പോയിൽ മാത്രം. എല്ലാ എക്സ്പോയിലും ഇത് ഇടാറുണ്ട്. ഓക്കെ. ഇത് കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകും? വേറെ ഇടും. ഇത് നമ്മുടെ തന്നെ ഇപ്പൊ ഇവിടെ ഗ്രൗണ്ടിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടെ നമ്മുടെ തന്നെ ഉണ്ട്. ഇത് തന്നെ ഉണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ്? ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. ഓരോരുത്തരുടെ സ്റ്റോളുകളാണ്. അങ്ങനെയാ. എന്നാ ഇലന്തൊട്ടിക്ക ഒന്ന് കാണിച്ചു തരുമോ? എനിക്കൊരു എണ്ണം. ലാസ്റ്റ് പേര് ഇത് ഇത്രയും ഒരു സെറ്റാണോ? ഇതിപ്പോ 30 രൂപയാണ് നമ്മൾ ആ ഒരു ഷീറ്റിന്. ഇത് ഇത്രയും ഒന്നിച്ചുള്ളതാണോ? ഇതാണ് ഇലന്തൊട്ടിക്ക. ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ആണെന്നാണ് ഇത്ത പറയണത്. എന്താന്ന് നോക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയുണ്ട്. ഇത് ഞാൻ കഴിച്ചെനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിലോ. കൊള്ളാം ചേട്ടാ. ഇത് കുറേ വെറൈറ്റി പാത്രങ്ങളൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള അപ്പച്ചട്ടികളും ബാക്കി കറിച്ചട്ടികളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ്? ഇത് എൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ എങ്ങനെയാണ്? ഇത് പാലക്കാട്
AR രാമൻ കത്തികൾ എന്ന് പറയും. ഇത് വർഷങ്ങളായിട്ട് 65 വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരുന്നു. അതിൽ കത്തികൾ ആണ് ഫേമസും ചട്ടികളുമാണ്. ഇതെല്ലാം പ്യുവർ അയണാണ്. വേറെ കെമിക്കൽ കോട്ടിങ്, ടപ്ലാൻ കോട്ടിങ് അങ്ങനത്തെ ഒരു കോട്ടിങ്ങും ഇല്ല, ഒന്നുമില്ല. അത് ഒരു ശരീരത്തിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒന്നുമില്ല. നോൺ സ്റ്റിക്ക് പോലെ ഫോം ചെയ്യില്ല. അത് വേറെ കെമിക്കൽ കോട്ടിങ് ഒന്നുമില്ല. പ്യുവർ അയണാണ്. എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം. വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒന്നുമില്ല. ഈ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്ത് ഇത് ഈ അയണായതുകൊണ്ട് എപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യണമെങ്കിൽ. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി കത്തികളൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ നല്ല ഷാർപ്പാണ്. ചില ഈ കത്തികളുടെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെറ്റീരിയലൊക്കെ എന്താണെന്ന് പറയാമോ? ഇതിപ്പോൾ പറയുകയാണെങ്കിലേ ഇതിലിപ്പോൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്ന 20 രൂപ മുതൽ ഏകദേശം 1500 റുപ്യ വരെയുള്ള കത്തികളുണ്ട് ഇവിടെ. 20 രൂപ മുതൽ. അതിൽ ഏറ്റവും വാളിൻ്റെ ഉണ്ട്, വാളിൻ്റെ ബ്ലേഡിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ അരത്തിൻ്റെ ഉണ്ട്, ലീഫിൻ്റെ ഉണ്ട്, ഉരുക്കിൻ്റെ ഉണ്ട്. പല വെറൈറ്റികളാണ്. ഇപ്പോൾ ഈ കാണുന്ന കത്തി ഉണ്ടോ? അപ്പോൾ ഈ കത്തി എന്ന് പറയുന്നത് ഇത് ഫയലാണ്. ഈ ഫയലിൽ ഉണ്ടാക്കുന്ന കത്തിയാണ്. ഇതിന് ഏകദേശം 40 years ലാസ്റ്റ് ചെയ്യും. ഈ കത്തി 40 years ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള കത്തികളെ പോലെ പെട്ടെന്ന് മൂർച്ച പോകില്ല. ടെമ്പർ ജാസ്തി ആയതുകൊണ്ട് മീറ്റ്, ഫിഷ്, വെജിറ്റബിൾസ് എന്തും വളരെ നിസ്സാരമായിട്ട് അരിയാൻ പറ്റിയ ഒറ്റ സാധനമാണ്. AR രാമൻ കത്തി. AR രാമൻ കത്തി പാലക്കാട്. അവിടെ ഫ്രണ്ടിൽ ഞങ്ങൾ ബോർഡൊക്കെ വെച്ചു. ഇതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? റേറ്റ് ഇത് 250 വരും. ഇതിൻ്റെ ഏറ്റവും സ്മോൾ സൈസ് ഉണ്ടോ? ഇതിന് 120 വരും. ഇത്രയും വലിയ കത്തിക്ക് 100 റുപ്പീസേ ഉള്ളൂ. ഇതിന് 120 ആണ്. ഇത് അത്രയും ലൈഫുള്ള സാധനമാണ്. അപ്പോൾ ഈ രണ്ട് കത്തി നമ്മുടെ വ്യത്യാസം എന്താ? ഇത് സാധാരണ വാളാണ്, ഇത് ഫയലാണ്. പിന്നെ വാളിൻ്റെ ബ്ലേഡ് ഉണ്ട്, അതിൻ്റെ ബ്ലേഡ് ഉണ്ട്, ഉരുക്കുകളുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. വെറും ഹോം അപ്ലയൻസസും ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഷർട്ടുകൾ ജസ്റ്റ് 200 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഷർട്ടുകൾ ഉണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ചും നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. 200 റുപ്പീസിലാണ് സ്റ്റാർട്ടിങ്. ഐ മീൻ ഈ ഒരു സെഷൻ മൊത്തം 200 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഷർട്ടുകളാണ്. അതെ അതെ. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വേറെ ട്രാക്ക് സ്യൂട്ട്, ഫോർമൽ വെയേഴ്സ്, സ്പോർട്സ് വെയേഴ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. शॉल कॉटन सिल्क में रहेगा। ये प्योर कॉटन है? प्योर कॉटन नहीं, कॉटन सिल्क आएगा, हैंडलूम रहेगा। और ये रनिंग मटेरियल रहेगा, ये रनिंग मटेरियल रहेगा, वाशबल मटेरियल रहेगा, भागलपुर बिहार का है। ये पूरा बिहार का आइटम? पूरा आइटम बिहार का रहेगा, हैंडलूम ഹാൻഡ്ലൂമിൽ ഉണ്ടാക്കുന്നതാണ്. മറ്റേ തരത്തിലുള്ളൊരു ഫാക്ടറി അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല, എല്ലാം ഹാൻഡ്ലൂമിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒതൻറ്റിസിറ്റി ഇതിനുണ്ടാവും. और क्या क्या है स्पेशल आइटम्स? साड़ी से रहेगा, ये साड़ी से रहेगा। साड़ी का सिल्क में रहेगा, ये नाम क्या है? सिल्क में है, कतान सिल्क पे है। कतान सिल्क? हाँ, कतान सिल्क पे रहेगा। कतान सिल्क, हाँ। कितना है? 1600। ये स्टार्टिंग प्राइस कौन सा रेंज में है? 1050 में है. 1050 के ऊपर है पूरा. ഒരു 1500 മേളിലോട്ടാണ് ഇവിടുത്തെ ഉള്ള റേറ്റ് എല്ലാം വരുന്നത്. പക്ഷേ അതിൻ്റെ വർക്ക് കാണുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ये जो है कश्मीरी कुर्ती है और बाटिक हैंड प्रिंट है, और ये जो है स्क्रीन प्रिंट नहीं है, कॉटन है, प्योर कॉटन। ये जो है कश्मीरी कुर्ती है, इसमें कम से कम 500 डिज़ाइन मिलेंगे, 500 डिज़ाइन मिलेंगे. 500 കൂടുതൽ ഡിസൈൻ ഉള്ള സാധനമാണ് ഐറ്റം. ഓക്കെ. ആ ഇത് വേറെ നിറയെ ഐറ്റം. ഇത് हैंड प्रिंट, नो स्क्रीन प्रिंट, ये हैंड प्रिंट, बाटिक हैंड प्रिंट. इसका प्राइस कौन सा रेंज में आएगा? इसका रीजनेबल, अगर एक कुर्ती लेंगे 850, 3 लेंगे तो 650, 200. हाँ, ये बाटिक है, हैंड प्रिंट है, ये नो स्क्रीन प्रिंट, हैंड प्रिंट. ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോ ആണിത്. അത്രയും ഓതന്റിക് ആയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ വിത്ത് പ്രൂഫ് നമുക്ക് കിട്ടുകയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഓണം എന്താണെന്ന് വെച്ചാൽ ഒരു അടിച്ചുപൊളി, ആ ഒരു ട്രെൻഡാണ് എല്ലാവർക്കും. ഡ്രസ്സ് എടുക്കണം, പിന്നെ മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള ഈ പഴയ ആചാരങ്ങൾ പോലുള്ള ആചാരങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇന്ന് പഴയ ഓണം തന്നെ നല്ലത്. ഇപ്പോൾ ഓണവും ഇല്ല, കളിയില്ല. ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓണം കളി കാണാൻ കൊതിയാണ്. അതുപോലെ പാട്ടൊക്കെ പാടി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും പോയി കളിച്ചിട്ടുണ്ട്. സമ്മാനമൊക്കെ വാങ്ങിച്ചു.
എല്ലാം നടന്നിട്ട്. പക്ഷേ ഇപ്പോൾ വീടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങാറില്ല. സത്യം പറഞ്ഞാൽ ഒരു പരിപാടിക്കും പോവില്ല, ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കുക. ഓണത്തിനുള്ള പട്ട്, സെറ്റ് സാരി, മുണ്ട് എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സെക്ഷനിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചേട്ടനോടൊന്ന് ചോദിക്കാം. ചേട്ടൻ്റെ പേരെന്താ? சேகர் சேலம். ഓക്കെ. சரி, நம்ம ஓணத்துக்கு சிங்கிள் முண்டு, டபுள் முண்டு, கள்ளி முண்டு, காய் முண்டு, செட்டு முண்டு, செட்டு சாரி அனைத்து ரகங்களும் கொண்டு வந்திருக்கிறோம். குறைச்ச விலை. சிங்கிள் முண்டு 200, டபுள் முண்டு 350, 400, സെറ്റ് 400-ൽ ഡബിൾ മുണ്ട് കിട്ടും. ഭയങ്കര വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണിത്. குறைச்ச விலை கொடுக்கும். செட்டு முண்டு 500லேருந்து 800 டுசு மாடலும் கொண்டு வந்திருக்கிறோம். சாரி வந்து டுசு மாடலில் ஃபுல் ஒர்க்கும் கொண்டு வந்திருக்கிறோம், சாதாவும் கொண்டு வந்திருக்கிறோம். சாரி வந்து சாதா சாரியில் 500 സെറ്റ് സാരിയാ? செட்டு சாரியும் நல்லா ஒரு டிசைனாக கொண்டு வந்திருக்கிறோம். இதெல்லாம் என்ன மெட்டீரியல்? கைத்தறி காட்டன். கைத்தறி காட்டன். இந்த ஒர்க் எல்லாம் எல்லாமே டுசு. இதுக்கெல்லாம் எவ்வளோ வரும்? காட்டன் இது வந்து 700. பட்டு சாரி காஞ்சி பட்டு கடைக்கு போனால் இது காஞ்சிபுரம் பட்டா? காஞ்சிபுரம் பட்டா. இது எவ்வளோ வந்துடும்? 1500. 1500-ൽ കാഞ്ചീപുരമാ? காஞ்சி பட்டு 1500-ൽ കുറച്ച് വില കൊടുക്കും. കാഞ്ചീപുരം പട്ട് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വില സാധ്യത ഞാൻ കേൾക്കുന്നത്. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഈ ഷോപ്പിൽ മൊത്തം ഫോണിൻ്റെ ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. ഇതിൽ ഫോണിൽ നമുക്ക് സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ മൊത്തം കറങ്ങി വന്നു. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ഈ ഒരു ഫെസ്റ്റിവൽ, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഷോപ്പ് ചെയ്യുക. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമ്മലിൻ്റെയും ഒക്കെ സെക്ഷനാണ്. ഒരുപാട് പ്രമാണിച്ചിട്ട് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാവുന്നവരും ഓർണമെന്റ്സ് എടുക്കാവുന്നവരും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ അവർ പറഞ്ഞത് ഓണം കഴിഞ്ഞിട്ടും സെപ്റ്റംബർ 10th വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കണത്. അപ്പോൾ നിരവധി സാധനങ്ങൾ. പോരാത്തതിന് ഓഫേഴ്സ്, 50% ഓഫർ, ഇല്ലെങ്കിൽ ബൈ 1 get 1 ഫ്രീ. പോരാത്തതിന് ഫോണിൻ്റെ തന്നെ ഉണ്ട്. ഒരു സ്ക്രീൻ കവർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഹെഡ്സെറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വന്നാലും ഇപ്പോൾ മറൈൻ ഡ്രൈവ്, എറണാകുളത്ത്, കൊച്ചിയിലൊക്കെ കറങ്ങുന്നവരാണെങ്കിൽ അവർക്കറിയാം എവിടെയാണെന്നുള്ളത് അല്ലേ. ഉറപ്പായിട്ട് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിൽ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഓണവിപണി നമ്മൾ കണ്ടല്ലേ, എത്രയും ആക്റ്റീവാണ്, അത്രയും സജീവമായിട്ടാണ് ഓരോ സ്ഥലത്തും ഓണവിപണി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ അതിനുവേണ്ടി സ്പെഷ്യൽ മാർക്കറ്റ്സുകളുണ്ട്. പിന്നെ പോരാത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോളുകളിലും അവിടെയൊക്കെ ഓണവിപണി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ എക്സിബിഷൻസ് ഒക്കെ നടക്കുന്നു. അപ്പോൾ അത് നല്ല കാര്യമല്ലേ. ഇനിയും എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ഇനിയും കുറച്ച് ദിവസം കൂടിയും നീണ്ടു നിൽക്കുന്നു ഓണവിപണിയൊക്കെ. ഒരു സെപ്റ്റംബർ ഒരു 10th 15th ആ ഒരു ടൈം വരെ 15th വരെ നീണ്ടു നിൽക്കും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഓണം നമ്മൾ എല്ലാവരും ആഘോഷിച്ചതിനോടൊപ്പം തന്നെ ഇപ്പോഴും അതിൻ്റെ ആ വേവ് ഉണ്ട് അല്ലേ. നമ്മൾ ഈ കോളേജുകളിലും ക്ലബ്ബുകളിലും പിന്നെ ഓരോ ഈ ഹൗസിങ് കോളനീസിൽ, ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ കുറേ ഓണം സെലിബ്രേഷനുകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വൈബ് ഒന്ന് കാണാം അല്ലേ. എങ്ങനെയാണ് ആൾക്കാരൊക്കെ അത് ആഘോഷിച്ചത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ടോ, അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഉണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പരിപാടികളൊക്കെ വരുന്നത് ഈ പറമ്പുകളിലൊക്കെ ആയിരുന്നല്ലോ, ഇനിയും നടക്കും. പിന്നെ അതല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ ഓണം കഴിഞ്ഞിട്ടും സെലിബ്രേഷൻസ് നടത്തുന്നുണ്ട്. ഈ സൊസൈറ്റികളിലൊക്കെ ഫ്ലാറ്റ്സിലൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആ സമയത്ത് കറക്റ്റ് സമയത്ത് നടത്താൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടും എനിക്കൊന്ന് സെപ്റ്റംബറിലൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഇപ്പം ഞങ്ങളുടെ അടുത്ത ഫ്ലാറ്റുകളിലൊക്കെ ഓണം കഴിഞ്ഞിട്ടും സെപ്റ്റംബറിലൊക്കെ സെലിബ്രേഷൻസ് നടക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടും സെപ്റ്റംബർ till half വരെ ഒക്കെ ഓണം സെലിബ്രേഷൻ തുടരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ആഘോഷത്തിമിറിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ, എങ്ങനെയാണ് ആ ഒരു വൈബ്.
ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഫ്ലാറ്റുകളിലൊക്കെ എക്സാക്റ്റ് തിരുവോണത്തിൻ്റെ അന്ന് ആ അടുത്ത ദിവസങ്ങളൊന്നും ആഘോഷിക്കാൻ പറ്റാത്തവർ പിന്നീട് സെപ്റ്റംബറിലൊക്കെ ആഘോഷങ്ങൾ വെച്ചിട്ടുള്ളവർ ഉണ്ട്. അപ്പോൾ ഓണം എന്തായാലും സെപ്റ്റംബറിലും അതിൻ്റെ ആ ഒരു വേവ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഓണത്തിന് ഒഴിവാക്കാനാവാത്തൊരു സംഭവമാണ് ഈ പൂക്കൾ. നമ്മൾ ഇത്രയധികം പൂക്കൾ വാങ്ങിക്കുന്നു, പൂക്കളം ഇടുന്നു, പക്ഷേ ആ പൂക്കച്ചവടക്കാർ അല്ലേ, അവർ ഫുൾ ടൈം അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ പൂക്കൾ വാങ്ങുന്നു. ഓരോ സ്റ്റോക്കും വരുന്നു, പുതിയ പുതിയ പൂക്കൾ വരുന്നു, അത് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് അവരൊക്കെ എങ്ങനെ ആഘോഷിച്ച് കാണും അല്ലേ ഓണമൊക്കെ. ഓണത്തിന് അവരെങ്ങനെ വരവേറ്റു അത് നമ്മളതൊന്നും അറിയുന്നില്ല അല്ലേ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഫോക്കസ്ഡ് ആയി നമ്മൾ. പക്ഷെ ഇവരൊക്കെ ഓണത്തിന് വീട്ടിൽ പോയിരുന്നോ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എങ്ങനെയായിരുന്നു, അവർ ഓണം ആഘോഷിച്ചിരുന്നോ, ഫാമിലിയുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റിയോ, നമുക്ക് സാധാരണക്കാരായ വ്യക്തികൾ അല്ലേ, നമുക്കൊന്ന് അവരുടെ ഇടയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് അവരെങ്ങനെയാണ് ഓണത്തിനെ കണ്ടത്, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട്. അതെ മേഘ, ഏതൊരു ഫംഗ്ഷനും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സംഭവമുണ്ട്. അതെന്തായിരിക്കും? യെസ്, ഫ്ലവേഴ്സ് ആണ്. ഓണത്തിന്റെ സീസണിൽ പറയണ്ട, പൂക്കളില്ലാതെ നമുക്ക് ഓണം ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ. പക്ഷേ ഈ പൂക്കളൊക്കെ നമ്മൾ ഇത്രയധികം കാശ് കൊടുത്ത് വാങ്ങുന്നു അല്ലേ, പല കളേഴ്സ് പൂക്കൾ വാങ്ങുന്നു. പക്ഷെ നമുക്കറിയില്ല ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്നും ഔട്ട് ഓഫ് കേരളയിൽ നിന്നും ഒക്കെ ഒരുപാട് പൂക്കൾ. ഇവിടെ ഒരു സ്റ്റോളുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും പൂക്കൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഉണ്ട്. എനിക്ക് ചില സമയത്തുണ്ടല്ലോ ഈ പൂക്കൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റ് ആവൂലേ, അത് കഴിയുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ആ പൂ കൃഷി ചെയ്യുന്നവർ അത്രയധികം എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് ആ പൂക്കൾ നശിച്ചു പോണ കാണുമ്പോൾ ഭയങ്കര ഒരു മഴ മാത്രമല്ല, പൂക്കൾ 2 ദിവസം ഇട്ട് കഴിയുമ്പോൾ അത് വാടി പോകുമല്ലോ. അപ്പോൾ നമ്മൾ അത്രയും കാശ് കൊടുത്ത് പൂക്കളൊക്കെ വാങ്ങിച്ച് അത് സ്പോയിലേക്ക് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നിങ്ങൾ ഒരു പൂക്കടയുടെ മുന്നിലാണ്, ചങ്ങമ്പുഴയിലുള്ള ഒരു പൂക്കടയുടെ ഫ്രണ്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കച്ചവടത്തിനെ കുറിച്ചും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറേ മഴയൊക്കെ പെയ്തിട്ട് അവരുടെ കച്ചവടത്തിന് കുറച്ച് ഡൾനെസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അവർക്ക്. ഈ പൂക്കളൊക്കെ എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്നാണ് വരുന്നത്, പിന്നെ എത്ര ടൈപ്സ് ഓഫ് പൂക്കളാണ് എന്നൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ട് വരാം അല്ലേ. നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ട് പരിചയമുള്ളൂ, നമുക്ക് ചിലരൊന്നും പേര് പോലും നമുക്ക് അറിയില്ല അല്ലേ. ചിലപ്പോൾ ചില കടകളിലൊക്കെ ഹോൾസെയിൽ കണക്കിന് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചിട്ട് വരാം. അതെ അതെ, നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും ഈ പൂക്കളെ പറ്റിയിട്ടും ചേട്ടൻ ആരാണ്, എവിടെ നിന്നാണ്, അവരുടെയൊക്കെ നാട് എവിടെയാണ്, അവർക്കും ഓണം ആഘോഷങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് അവരോടൊന്ന് ചോദിച്ചിട്ട് വരാം. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? എൻ്റെ പേര് ദൊരരാജോസ്. ഇവിടെ നാട്ടിൽ, ഇവിടെ കേരളത്തിൽ തന്നെയാണോ? കേരളത്തിൽ തന്നെയാണ്. നാടും വാണിയംകുളമാണ്. വാണിയംകുളം അതെവിടെയായിട്ടാ? ഒറ്റപ്പാലം പാലക്കാട് ജില്ല. ഓക്കെ, പാലക്കാട്. എൻ്റെ അമ്മ വീടൊക്കെ പാലക്കാടായിരുന്നു. അപ്പോൾ ഈ പൂക്കളൊക്കെ ഇപ്പൊ എവിടെ നിന്നാണ് വരുന്നത് ശരിക്കും? ഇത് 3 ഇടത്തുനിന്ന് വരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് വരുന്നുണ്ട്. മെയിൻ പൂക്കൾ വരുന്നത് ബാംഗ്ലൂർ, ചിക്ബല്ലാപൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ വെള്ള ഇതൊക്കെ ഈ വാടാമല്ലിയും അരളിപ്പൂവും ദിണ്ടുക്കൽ, അങ്ങനെ 3 സ്ഥലത്തു നിന്നാണ് പൊതുവെ പൂക്കൾ വരുന്നത്. ഇത് മെയിനായിട്ട് ഈ ഓണം സമയത്ത്, ഈ അത്തം തൊട്ട് തിരുവോണം ഉത്രാടം വരെയുള്ള സമയത്തേക്കാണ്. ആ സമയത്തേക്കാണ് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യണത് അല്ലേ? ഇറക്കുമതി ചെയ്യണം. 3 വണ്ടികളിലായിട്ടും ഇവിടെ 2-3 ഷോപ്പുകളുണ്ട് നമുക്ക്. അപ്പോൾ ഇത് എല്ലാ ഷോപ്പിലേക്കും കൂടിയിട്ട് ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ശാഖകളായിട്ട് എല്ലാ സ്ഥലത്തേക്കും കണക്ഷൻ ചെയ്ത് പോകും. ഇപ്പൊ കഴിഞ്ഞ വർഷത്തേക്കാളും നമുക്ക് ഈ വർഷം കൂടുതലാണോ? ഇങ്ങനെ എല്ലാ വർഷത്തെ പോലെ കച്ചവടം വളരെ കുറവാണ്. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് മഴയും കാര്യങ്ങളായതുകൊണ്ട്, നല്ല മഴയായതുകൊണ്ട് കച്ചവട വിപണി വളരെ മോശമാണ്. അതാണ് ഇങ്ങനെ സാധനങ്ങൾ. പിന്നെ വിലയും ഒന്ന് കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെക്കാട്ടി വില ഒന്ന് കുറഞ്ഞിട്ട്, അതായത് ഈ സാധനങ്ങൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മാർക്കറ്റ് പച്ചക്കറി മാറിയാണ് പോകുന്നത്. അപ്പോൾ അത് നാശമായി പോകുന്നതുകൊണ്ട് കുറച്ച് നഷ്ടത്തിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ടല്ലേ? അതിപ്പോ ഇന്നലെ വരെ മത്സരം കഴിഞ്ഞപ്പോൾ നാളെയും മറ്റന്നാളെയും കൂടി പ്രതീക്ഷയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പൊ ഞങ്ങൾ. ചതയം ദിവസമൊക്കെ ആകുമ്പോഴേക്കും, ചതയം ദിവസം ഉണ്ടായില്ല, ഞങ്ങൾ ഉത്രാട ദിവസം രാത്രി എല്ലാം തീരും. തിരുവോണം ദിവസമാണ് സ്റ്റാളൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക്
കൊടുത്തിരിക്കുകയാണ്. അവർ പൊളിച്ചുകൊണ്ട് ഇത് റെന്റിന് ഒരു 10 ദിവസം റെന്റിനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ഉത്സവ കച്ചവടമാണ്, പൊരിയാണ്. അത് വന്നിട്ട് അവിടെ നാട്ടിലെ ഗുഡൗണുണ്ട്, അവിടെ പൊരി കച്ചവടക്കാർക്ക് കൊടുക്കലും അങ്ങനത്തെ ഇടപാട്. വേറെ തുണിക്കച്ചവടം ഉണ്ട്. പല ബിസിനസ്സാണ് അല്ലേ? ഓരോ സ്റ്റെപ്പായിട്ടാണ് ബിസിനസ്. സീസണൽ ബിസിനസ്സാണ്. മെയിൻ കച്ചവടം എന്ന് പറഞ്ഞാൽ പൊരി കച്ചവടം, ഉത്സവ കച്ചവടം, അലുവ പൊരി സ്റ്റാളുകൾ ഉത്സവ കച്ചവടമാണ്. ഇതൊരു 10 ദിവസത്തെ കച്ചവടമാണ്. അതിന് വേറെ തുണി കച്ചവടം, ബെഡ്ഷീറ്റ്, തുണികൾ, സാരികൾ, അങ്ങനെ 3 മാസത്തെ കച്ചവടം. അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് കടന്ന്. ഈ ഓണം വരെ ഇതുള്ളൂ. ഇനിയിപ്പോൾ നവരാത്രി ഉത്സവങ്ങൾ തുടങ്ങിയല്ലോ. അപ്പോൾ ആ കരിമ്പ് പൊരി ആ ഉത്സവങ്ങളാണ്. പിന്നെ ഉത്സവ പറമ്പുകളിൽ ഉത്സവങ്ങൾ പൊരിയുന്ന സാധനങ്ങളായിട്ട് ഇരിക്കുന്നത്. പിന്നെ ശരിക്കും ഈ പൂക്കച്ചവടം ശരിക്കും നമുക്ക് ലാഭം നല്ല ലാഭമുണ്ട്. ലാഭമുണ്ട്, വിറ്റുപോയ ലാഭമുണ്ട്. പക്ഷെ ഇങ്ങനെ ഇന്നലെയും മഴയായിരുന്നു, കാര്യമായിട്ടുള്ള മത്സരത്തിന്റെ കച്ചവടം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു 50%ഓളം കച്ചവടം കുറവാണ്. കഴിഞ്ഞ വർഷം ഞാൻ കളമശ്ശേരിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 50% കച്ചവടം കുറവാണ്. ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ ആ ദിവസങ്ങളാണ് ഇനി കാത്തിരിക്കണം. ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയില്ല വിപണി. ഇപ്പൊ വിദ്യാലയങ്ങളൊക്കെ അടച്ചല്ലോ, അതുകൊണ്ട് ആ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ മാത്രമല്ല ഇപ്പൊ നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ ഈ റെഡിമെയ്ഡ് പൂക്കളം അത് വരുന്നുണ്ട്. എന്നാലും ഇത് ഉപയോഗിക്കണം. ഫ്രഷിന്റെ ഒരു ഭംഗി വേറെ ഇതാണല്ലോ. അതെ, കാലത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ശരിക്കും ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ബാംഗ്ലൂർ തന്നെയാണ്. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ഈ അരളി മാത്രമേ ഉള്ളൂ. ഈ അരളിയും ആ വാടാമല്ലിയും അത് കോയമ്പത്തൂരിൽ നിന്ന് എടുക്കണേ. ഈ വെള്ള ഇത് മഞ്ഞ, ഇതും ബാംഗ്ലൂർ പൂവാണ്. മഞ്ഞ, ഓറഞ്ച്, മഞ്ഞ, റോസ്, ആസ്ട്ര, വയലറ്റ്, വെള്ള, ഇതൊക്കെ ബാംഗ്ലൂർ പൂക്കളാണ്. ഇത് കഴിയുമ്പോ താമരമുട്ട നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് എടുക്കും. ഈ പൂക്കൾ കഴിയുമ്പോഴേ ഇതൊന്ന് കഴിഞ്ഞു, നാളെ നേരം വിളിച്ചപ്പോ വണ്ടി വരും. അതെ അല്ലേ? അതായത് അധികം കൃഷി ഉണ്ട് അവിടെ. അല്ല, ഇത് മൊത്തം മാർക്കറ്റ് കംപ്ലീറ്റ് ചിക്ബല്ലാപൂരാണ്, ബാംഗ്ലൂർ. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ മാർക്കറ്റിലെ കമ്പോളം പിടിച്ച് അവിടെ നിന്ന് വണ്ടി ഏൽപ്പിക്കുക. ആ വണ്ടി നേരം വിളിച്ചാൽ ആളുണ്ട്, അവിടെ 5-8 ആൾക്കാരുണ്ട് ഇത് പിടിക്കാൻ. ഈ പൂ കൃഷി ചെയ്യുമ്പോഴേ പൂക്കൃഷി അവിടെ തന്നെയല്ലേ? ബാംഗ്ലൂരുണ്ട്. ഫുൾ എപ്പോഴും പൂക്കളായിരിക്കും അവിടെ. അവിടെ ഇന്ന് സീസണാണ്. നമ്മൾ അവിടെ പിന്നെ വിനായക ചതുർത്ഥി കഴിഞ്ഞു, അവിടെ നല്ല ചൂട്. ഇല്ല, നമ്മൾ ഒരു ഏജന്റ് മുഖാന്തരം ഇവിടേക്ക് വന്നിരിക്കണം. അതിന്റെ ആൾക്കാർ വേറെ ഉണ്ട്. നമ്മൾ ഈ ഒരു കട നോക്കി നടത്തുന്നത് മാത്രം. ഇത് ട്രേകളിലാണ് അവിടെ നിന്ന് വരുന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. മുമ്പ് ചാക്കുകളിലാണ് വന്നിരുന്നത്. ഇപ്പൊ അപ്പൊ പോയി കണ്ടമാനം പൂ നഷ്ടം സംഭവിച്ചിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ ട്രേകളിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് കാറ്റ് വെള്ളം കൊണ്ട് അങ്ങനെ ഈ ബോക്സിലൊക്കെ ഉള്ളതും പൂക്കൾ അത് മുല്ലപ്പൂവാണ്. അത് ഇവിടെ നിന്ന് എടുക്കുകയാണ് ഞങ്ങൾ. മുല്ലപ്പൂ 80. മുല്ലപ്പൂ എങ്ങനെയാണ് നമ്മൾ ഇത് ഫ്രഷ് ആയിട്ട് ഇരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഈ ബോക്സിലാണ് വരുന്നത്. ബോക്സിൽ വെച്ച് തെർമോക്കോളിന്റെ ബോക്സിൽ വെച്ച് ഐസ് കട്ട മുകളിൽ വെച്ചിട്ട് ടൈറ്റ് ഇത് കവറിൽ കെട്ടിയിട്ട് ഈ കെട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ വിരിയും. പിന്നെ അത് നാശമായി പോകും. അപ്പൊ അത് അങ്ങനെ 2 ദിവസത്തോളം വെക്കും. 10 മുഴം 11 മുഴം ഉണ്ടാവും, അത്ര ഉണ്ടാവും. അത് എത്ര ദിവസം നിൽക്കും ചേട്ടാ? ഇങ്ങനെ നാളെ 2 ദിവസം നിൽക്കുള്ളൂ. തുറന്നു കഴിഞ്ഞാൽ ഇന്നെ തീരും. അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചത് ഇവിടുത്തെ ദൊരരാജ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അവരെങ്ങനെയാണ് പൂക്കൾ കൊണ്ടുവരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ഇതൊക്കെ ശേഖരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ചേട്ടന് ഇത് മാത്രമല്ല ഷോപ്പ് ഉള്ളത് തന്നെ. പിന്നെ അതുപോലെ കച്ചവടങ്ങൾ പല സീസണിൽ പല രീതിയിലുള്ള കച്ചവടം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവർ ആ ഒരു സീസൺ ആകുമ്പോൾ അവർ അത് വരും. ഇവരൊക്കെ പല ബിസിനസ്സും ചെയ്യുന്നവരാണ്. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് ഓരോ സ്ഥലത്ത് ഉത്സവമാണെങ്കിൽ ഉത്സവത്തിൻ്റെ അവിടേക്ക്. ഇപ്പോൾ പൂക്കളത്തിൻ്റെ ടൈം ആയത് ഓണം ടൈം ആയതുകൊണ്ട് പൂക്കളം അല്ലേ, പൂക്കളതുകൊണ്ട് അവർ പൂക്കളുടെ ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി ആ മുല്ലപ്പൂവൊക്കെ അവർ കെയർ ചെയ്യുന്നത് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് അവർ കെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചീത്തയ്ക്ക് കഴിഞ്ഞത് വിറ്റ് പോയില്ലെങ്കിൽ അത് അവർക്ക് ഭയങ്കര നഷ്ടമാണ് വരുന്നത്. നമ്മളൊരു 2-3 മുഴം വാങ്ങണം, നമുക്ക് ഇത്രയും രൂപ നമ്മൾ കൊടുക്കുന്നു. പക്ഷേ ആ ഒരു പൂക്കൾ അത്രയും കെയർഫുള്ളായിട്ട് സൂക്ഷിച്ച് വെക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എളുപ്പമല്ല. അപ്പോൾ പൂക്കളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക അല്ലേ, മിസ്യൂസ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ എന്താണ് ആവശ്യത്തിന് മാത്രം പൂക്കൾ വാങ്ങണം, എല്ലാവരും വാങ്ങണം. എന്നാലേ ഇവർക്കും ജീവിക്കാൻ അല്ലേ, ഇവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണല്ലോ. അപ്പോൾ പൂക്കളൊക്കെ വാങ്ങണം, പക്ഷേ അത് വൈസ്ലി നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ മീഡിയ 7 ഇന്ന് എത്തിയത് എടപ്പള്ളിയിലായിരുന്നു. എടപ്പള്ളി ചങ്ങമ്പുഴയിലാണ് നമ്മുടെ ചതയം ദിന സ്പെഷ്യൽ.
പൂക്കച്ചവടക്കാരുടെ ഓണാഘോഷത്തെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞാൽ ചിലർ നമുക്ക് അറിയാൻ സാധിച്ചത് അവരുടേതായിട്ടുള്ള നാട്ടിൽ പോകാൻ പറ്റാത്തവരുണ്ട്. അതെ അതെ, ഫുൾ ടൈം ഈ ഒരു സീസണാണ് അവർക്ക് ശരിക്കും പ്രൈം ടൈമിൽ വരുന്ന ഒരു ബിസിനസിന്റെ. ഈ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടിയിട്ട് ഈ ഒരു കച്ചവടം ചെയ്യണവരുണ്ട്. വർക്ക് ആയിരിക്കും അവർ ചെയ്യണമെങ്കിൽ പോലും എന്താണ് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ചിലർ ആ സമയത്തേക്ക് ഒരു ബിസിനസ്, അവർക്ക് വേറെ ബിസിനസ്സും ജോലിയും ഒക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് നമ്മള് മുന്നത്തെ ഒരു കൗതുകമായിട്ടുള്ള വാർത്തയായിരുന്നു, ഓട്ടോക്കാര് അവരൊരു കൃഷി ചെയ്യുന്നു, ഓണത്തിന് വേണ്ടിയിട്ടുള്ള പൂവുകള്, ചെണ്ടുമല്ലി, അതേപോലെ. പക്ഷെ അത് ആരോ സാമൂഹ്യ വിരുദ്ധരോ ആരോ വന്നത് നശിപ്പിച്ചു. അതൊക്കെ ഭയങ്കര കഷ്ടമാണ് അല്ലെ. അങ്ങനെയൊന്നും അവരുടെ ഒരു എഫേർട്ട്, ആ ഹാർഡ് വർക്ക് നമ്മൾ അങ്ങനെയൊന്നും നശിപ്പിക്കരുത്. അത് നമുക്കൊരു മെസ്സേജ് നമ്മളെല്ലാവരും അറിയേണ്ടതാണ്. കാരണം നമ്മൾ ഇത്രയും ഓണം ഇത്രയധികം വേവിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്താണ് നന്മയുടെ പ്രതീകം, സമ്പൽ സമൃദ്ധി, സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കരട് വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഓരോരുത്തരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അവരുടെ ഓരോ എഫേർട്ടിനെ. അപ്പം ഇതിലും നമ്മൾക്ക് അവർക്ക് സംസാരിക്കാൻ പറ്റിയപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഓണം സമയത്താണ് ആ ഒരു ബിസിനസ്സിന് വേണ്ടി ആ ബിസിനസ്സിനാണ് പൂ ബിസിനസ്, പൂക്കച്ചവടം ആ ഓണത്തിന്റെ ടൈമിലാണല്ലോ. ഇപ്പൊ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈ കൊച്ചിയിൽ നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും അവര് ചെറിയ സ്റ്റോളുകളും വലിയ വലിയ സ്റ്റോളുകളും, അതും എത്ര പൂക്കളാണ്. ഒരു ചെറിയ സ്പേസ് ഒന്നും അല്ല, നമ്മളിപ്പോൾ കണ്ടതൊക്കെ ചെറിയ സ്പേസ് ഒന്നും അല്ല, ഒരുപാട് അത് ഫില്ല് ചെയ്യുന്നുണ്ട് അവർ പൂക്കൾ അല്ലേ. പൂക്കൾ നമ്മളെപ്പോൾ പോയി ചോദിച്ചാലും പൂ അവൈലബിൾ ആണ്. പിന്നെ ഈ ടൈം ആകുമ്പോഴേക്കും ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറെ അമ്മമാരൊക്കെ വന്ന് ഇവിടെ കച്ചവടം നടത്തി പോകുന്നവരുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവര് സ്ഥിരം ജോലി ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പം അവരുടെയൊക്കെ ടൈമാണ് ഈ ഒരു ഓണം നാളിലാണ് അവരുടെ പ്രൈം ബിസിനസ് ടൈം. അപ്പോഴാണ് ആ ഒരു പീക്ക്, ബിസിനസ്സിൻ്റെ ആ പീക്ക് ടൈം വരുന്നത് ശരിക്കും ഈ ഒരു സീസണിലാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ അറിയാൻ സാധിച്ചുമല്ലോ, അവരൊക്കെ എങ്ങനെ ഓണം ആഘോഷിച്ചു, ഓണം കഴിഞ്ഞിട്ടുള്ള അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. ചേച്ചി, നമ്മൾ മലയാളികളുടെ ഓണം മാത്രമാണ് നമ്മളിവിടെ എല്ലാവർക്കും മുന്നിൽ നമ്മൾ കാണിച്ചത്. പക്ഷേ പ്രവാസി മലയാളികൾ ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ അതൊരു വേറൊരു ലെവൽ ഓണം മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പേർക്ക് വരാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരുടെ സ്ഥലങ്ങളിൽ അവർ ഈ മലയാളി അസോസിയേഷൻസ് ഫോം ചെയ്ത് ഓൾറെഡി ഉണ്ട് അവർക്ക്. അപ്പോൾ അവിടെയൊക്കെ അവർ ഓണം സെലിബ്രേഷൻസ് ചെറിയ രീതിയിലും പറ്റുന്ന രീതിയിലൊക്കെ അവർ സെലിബ്രേറ്റ് ചെയ്ത് ചില സ്ഥലങ്ങളിലൊക്കെ എക്സിബിഷൻസ് വരെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് റീസെൻ്റ്ലി കിട്ടിയ ഇത് സിംഗപ്പൂർ ഓണം ആണ്. അവിടെ മലയാളി അസോസിയേഷൻസ് എല്ലാവരും ജോയിൻ ചെയ്ത് ശരിക്കും കേരള ട്രഡീഷണൽ ഡ്രസ്സിൽ മിക്കവരും എല്ലാവരും കേരള ട്രഡീഷണൽ നമ്മുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട്, കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ആ കോസ്റ്റ്യൂമിൽ നമ്മുടെ ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂമിൽ ഇട്ടിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു, പൂക്കളമിടുന്നു, എക്സിബിഷൻസ് പല പല സ്റ്റാൾസിൽ പല പല എക്സിബിഷൻസ് നടക്കുന്നു. പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ്, എത്ര പ്രോഗ്രാംസാണ്, അതും സിംഗപ്പൂരാണ്. പിന്നെ സിംഗപ്പൂർ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണമുണ്ട്. അവിടെ അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ നമുക്ക്. കാരണം നാട്ടിൽ വരാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. വരാൻ പറ്റാത്തവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവർക്ക്. ഇപ്പോൾ അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് അവർ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ വലിയ ഒരു സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ സിംഗപ്പൂർ പറഞ്ഞാൽ അവിടെ സിംഗപ്പൂർ അവിടുത്തെ അതോറിറ്റീസൊക്കെ അതിന് ഫുൾ സപ്പോർട്ടും എം പിമാരൊക്കെ വന്നിട്ടാണ് ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാംസും ഇതൊക്കെ ഇനോഗ്രേഷൻ നടത്തിയത്. അപ്പോൾ നമുക്കൊന്ന് സിംഗപ്പൂർ വരെ പോയി വരാം. അതെ, സിംഗപ്പൂരിൽ ഓണം എന്തായിരുന്നു. അതെ അതെ, ഈ കേരളത്തിന് തന്നെ വൈബ് അവിടെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം അല്ലേ. യെസ്, വെൽക്കം ടു സിംഗപ്പൂർ ഓണം. ഇന്ന് നമ്മൾ സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ നടത്തിയ ഓണം സെലിബ്രേഷന്റെ കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം.
Wishing you all a happy Onam, Alfo from Media 7, Singapore. അപ്പം നമ്മൾ ഒട്ടും കുറവല്ല അല്ലേ അവിടെ കേരളത്തിൻ്റെ പോലെ തന്നെ മികച്ചു നിൽക്കുന്ന ഓണ സെലിബ്രേഷൻ തന്നെയാണ് അവിടെ. ശരിക്കും ഒരു കേരള ഫീൽ അവിടെ ഉണ്ട്. ആ സ്റ്റോൾസും ഒക്കെ മലയാളികൾ കൊണ്ടുവരുന്ന ഒരു സ്പെഷ്യാലിറ്റി. അതെ അതെ അതെ, അത് നമുക്കൊരു പ്രത്യേക കഴിവാണ് നമ്മുടെ മലയാളീസിന്റെ. നമ്മുടേതായിട്ടുള്ള ഒരു വൈബിൽ എത്തിക്കാന്ന് വെച്ചാൽ അതൊരു വലിയൊരു സംഭവം തന്നെ. അതെ അതെ, അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. കാരണം നാട്ടിൽ വരാൻ പറ്റുന്നവർക്ക് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു വിഷമം ഉണ്ടുള്ളെങ്കിലും ഇവിടെ മാത്രമല്ല പലയിടങ്ങളായിട്ട് പ്രവാസികളായ മലയാളികൾ പല സ്ഥലത്തും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട് ഓണ സെലിബ്രേഷൻസ് ഉണ്ട്. ശരിക്കും നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ശരിക്കും കേരളത്തിലാണെന്നുള്ള ഫീലാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഓണം ആ ഒരു ഫെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ നടത്തിയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം മലയാളീസ് എവിടെയുണ്ടോ അതൊക്കെ എൻകറേജ് ചെയ്യുക. നമുക്ക് അത് അങ്ങനെ അല്ല, മലയാളികളുടെ ഒരു ഒരുമ അവിടേക്കാണ് കാണേണ്ടത് ശരിക്കും. അപ്പം നല്ല കാര്യം. അപ്പോൾ അങ്ങനെ നമ്മുടെ 2025 ഓണം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വിഷമമാണ് അല്ലേ ശരിക്കും. നമുക്ക് ഓണം വരുമ്പോൾ ഒരു ഭയങ്കര ത്രില്ലാണ്. ഓണം അവസാനിക്കുമ്പോൾ ആ ഒരു ഓളം ഒരു ചെറിയൊരു വിഷമമുണ്ട്. എങ്കിലും നമുക്ക് ഇനിയും വരും വർഷങ്ങൾ നമുക്ക് ഓണം ഇനിയും വരുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി പുതിയ ട്രെൻഡോട് കൂടി പുതിയ വൈബിൽ ഇനി അടുത്തത് എന്താണ് വൈബാന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സിലത്തെ ഓണമൊക്കെ ഇനിയും നന്നാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും നന്മയും ഉണ്ടാകട്ടെ എന്ന് മീഡിയ 7 ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മീഡിയ 7ന്റെ ചതയം ദിനാശംസകൾ നേരുന്നു.